നമസ്തേ. പല സുഹൃത്തുക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ധ്യാന പരിശീലനങ്ങളുണ്ടോ? അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ധ്യാനം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്ന്, ധ്യാനം ചെയ്യണമെങ്കിൽ ശരീരം ശാന്തമാക്കി വയ്ക്കാൻ നമുക്ക് കഴിയണം. സ്ഥിരം സുഖം ആസനം, സ്ഥിരമായി സുഖമായി ഏതെങ്കിലും ഒരു ധ്യാനാസനത്തിൽ, വജ്രാസനം, അർദ്ധപത്മാസനം, പത്മാസനം, സുഖാസനം, എന്തിലെങ്കിലും ശരീരത്തെ നമുക്ക് ഇളകാതെ ഉറപ്പിച്ചിരുത്താൻ കഴിയണം. ശരീരത്തിന് സ്ഥിരത വേണം. ഏറ്റവും പ്രധാനമായി മനസ്സ് കൺട്രോൾ ചെയ്യാൻ കഴിയണം. മനസ്സ് അവിടെ എവിടെയും പോകാതെ എന്തിനെ പറ്റിയാണോ ധ്യാനിക്കുന്നത് അതിൽ മനസ്സിനെ പൂർണ്ണമായും നമുക്ക് ലയിപ്പിച്ച് നിർത്താൻ കഴിയണം. അപ്പൊ ശരീരം ഇളക്കാതെ ഇരുത്താൻ കഴിയണം. മനസ്സ് അവിടെയും ഇവിടെയും പോകാതെ ചെയ്യുന്ന ധ്യാന പ്രക്രിയയിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇതുണ്ടെങ്കിലേ ധ്യാനം ചെയ്യാൻ കഴിയും. ഇന്ന് നമുക്ക് ശരീരത്തെ ശാന്തമാക്കി ഇരുത്താൻ അറിയില്ല. അതിനേക്കാളും പ്രയാസമാണ് മനസ്സിനെ ശാന്തമാക്കി വയ്ക്കാൻ. അപ്പൊ ധ്യാനം, ലളിതമായൊരു ധ്യാനമുണ്ട്. ഇത് ശ്വാസധ്യാന വിദ്യ എന്നാണ് അറിയപ്പെടുക. അപ്പൊ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയെങ്കിലും ശാന്തമായി ഒന്ന് ഇരിക്കുക. എന്നിട്ട് മൂക്കിലൂടെ ശ്വാസം ഡീപ്പായി എടുക്കുക. ഹകാര ശബ്ദത്തിൽ വായിലൂടെ വിടുക. വീണ്ടും ശ്വാസം മൂക്കിലൂടെ എടുക്കുക. ഹകാരയിൽ വായിലൂടെ വിടുക. വീണ്ടും എടുക്കുക. ഹകാരയിൽ വിടുക. അങ്ങനെ ഒരു 10 തവണ മൂക്കിലൂടെ ശ്വാസം എടുത്ത് ഹകാരയിൽ വായിലൂടെ വിടുക. ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിനും ചുണ്ടിനും ഇടയിൽ ശ്രദ്ധ കൊടുക്കണം. അതായത് ശ്വാസ ഉച്ഛ്വാസ പ്രക്രിയ നടക്കുന്നത് ഈ മൂക്കിനും ചുണ്ടിനും ഇടയിലാണ്. മൂക്കിനും മേൽ ചുണ്ടിനും ഇടയിലാണ്. മനസ്സിനെ അവിടെ ഉറപ്പിച്ച് നിർത്തുക. ലളിതമായൊരു ധ്യാനമാണ് ശ്വാസധ്യാനം. എന്നിട്ട് ശ്രദ്ധിക്കുക, എങ്ങനെയാണ് ഞാൻ ശ്വസിക്കുന്നത്. ശ്വാസം മൂക്കിലൂടെ കയറുമ്പോൾ അതറിയുക. ശ്വാസം മൂക്കിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ അതറിയുക. ശാന്തമായി, സ്വാഭാവികമായി, ക്രമാനുഗതമായി പ്രകൃതിയാൽ നടക്കുന്ന നമ്മളുടെ നാച്ചുറൽ ബ്രീത്തിങ്ങിനെ അറിഞ്ഞിരിക്കുക. ആദ്യം കുറച്ച് പ്രയാസമാണ്, മനസ്സ് അവിടെ ഇവിടെയൊക്കെ പോകും. പക്ഷേ ദിവസം ഒരു 15 മിനിറ്റ് വീതം ഇത് ചെയ്തു കഴിഞ്ഞാൽ, രാവിലെയും വൈകിട്ടും ഒരു 30 ദിവസം അടുപ്പിച്ച് ചെയ്താൽ മനസ്സിനെ നമുക്ക് ശാന്താവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിക്കും. നമ്മളുടെ ശ്രദ്ധ വർദ്ധിക്കും. ശരീരവും മനസ്സും ഒക്കെ വേഗത്തിൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയും. ഇതൊന്ന് പരിശീലിച്ചു നോക്കൂ. ലളിതമായ ശ്വാസധ്യാനം. നമസ്തേ.